അപ്പം ഞങ്ങൾ പോയിട്ട് ഷൂട്ട് ചെയ്യട്ടെ. ഓക്കെ ബൈ. എല്ലാ സ്ഥലത്തേക്കും ഞാൻ ഒരുമിച്ച് മെയിലും ഇതേപോലെ തന്നെ കംപ്ലൈൻറ്റ് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നമസ്കാരം. യൂട്യൂബേഴ്സ് എല്ലാം മുങ്ങി അല്ലെ, യൂട്യൂബേഴ്സ് എല്ലാം പേടിച്ച് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മാമ തോക്കും കൊണ്ട് നടക്കുകയാണ്. ഏത് സമയവും തോക്കൊണ്ടുള്ള വെടി പ്രതീക്ഷിച്ചാണ് യൂട്യൂബേഴ്സ് എല്ലാം ഇരിക്കുന്നത്. ഏത് സമയവും ഈ പറയുന്ന പല വാഹനങ്ങൾ നമ്മൾ ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ലോറിയോ ഈ പറയുന്ന മറ്റെന്തെങ്കിലും വണ്ടികളോ വന്ന് ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ റിയാക്ഷൻ ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ അണ്ണാച്ചിയാണ് ചെയ്യിച്ചത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാനിത് തമാശയായിട്ടാണെങ്കിൽ പറഞ്ഞെങ്കിൽ കൂടി ഇത് സത്യമാണ്. നമുക്കറിയാം പലവരും ഇപ്പം യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പേടിച്ചിട്ടാണ്. അതായത് അവസാനം വന്ന ഈ പുള്ളിയുടെ സുഹൃത്ത് എന്ന് തന്നെ പറയുന്ന പുള്ളി വന്ന് പറഞ്ഞിട്ട് ഞാനും ജീവനോടെ ഇരിക്കുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. എന്റെ അടുത്ത് ചോദിച്ചാൽ പേടിയുണ്ടോ? ഉറപ്പായിട്ടും പേടിയുണ്ട്. ഈ പറയും പോലെ ഈ ഓലപ്പടക്കം പോലത്തെ കേസിനെയല്ല പേടി. അവിടെ ഒരു തേങ്ങയും ഇല്ല, തൂക്കിക്കൊല്ലൂല്ലല്ലോ. എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് അതിൽ ഒരു പേടിയുമില്ല. പക്ഷെ പേടിയുണ്ട്. കാരണം ഒരാളെ ലൈസൻസ് ഇല്ലാത്ത തോക്കും കൊണ്ട് ഒരാളെ കറങ്ങുന്നു. ഒന്നല്ല രണ്ടല്ല, പുള്ളിയുടെ കൂടെ നിന്നവരെല്ലാരും തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കുന്നു പുള്ളിയുടെ കയ്യിൽ തോക്കുണ്ട് എന്നുള്ളത്. മനസ്സിലായോ? അതുമല്ല, ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു ഞാൻ ഇടിക്കുമെന്ന് പറയുന്നു, ഞാൻ കയറി ഇടിക്കുമെന്ന് പറയുന്നു. അതുമല്ല, മറ്റൊരു യൂട്യൂബറിന് മുമ്പ് തോക്കും കൊണ്ട് എന്ത് ചെയ്തു, ഈ അവനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുമുണ്ട്. ഇതെല്ലാം അതായത് ഇവിടുത്തെ മീഡിയ ആയിക്കോട്ടെ, പണക്കൊഴുപ്പിന്റെ മീഡിയ ആയിക്കോട്ടെ, ഇവിടുത്തെ എല്ലാവരും ഈ പറയുന്ന പണത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ പവറിന്റെ പിന്നിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ നമ്മളെ പോലുള്ളവരോ എന്ത് ചെയ്യും? ഈ പറയുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും വന്നൊരു വണ്ടി കൊണ്ട് ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ആരും ആ ഒരു പേടിയില്ലെന്ന് വെച്ചാൽ അതുണ്ട്. അതിപ്പം ഭാരതമെന്നല്ല, വേറെ ആരോ ആയിക്കോട്ടെ, ഈ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാള്, പണം വേണമെന്നില്ല, ഈ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 10-50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരുത്തന്റെ കൊടുത്തിട്ട് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. 10,000 രൂപ ഇവിടെ കഞ്ചാവ് അടിച്ച് MDMA അടിച്ച് കിറങ്ങി കിടക്കുന്ന കുറെ എണ്ണമുണ്ട്. അവന്മാർക്ക് ഒരു 10,000 രൂപ കൊടുത്ത് നീ അവനെ പോയി തീർത്തിട്ട് വാടാ എന്ന് പറഞ്ഞാൽ അവന്മാർ കൃത്യമായിട്ട് പോയി തീർത്തിട്ട് കൊടുക്കുന്ന ആ നാടാണ് ഇവിടെ. അങ്ങനെയുള്ള നാട്ടിൽ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി തോക്കും വെച്ചുകൊണ്ട് നടക്കുന്നവരുടെ അടുത്താണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ നേർക്ക് നേരെ നിൽക്കുന്നത് എന്നുള്ള പേടിയുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ പറയുന്നത് ഈ റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകളിൽ അതിപ്പം അവരുടെ മരണം ആക്സിഡന്റ് ആയിക്കോട്ടെ, ആത്മഹത്യ എന്ന് പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലെങ്കിലും അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇതിന്റെ പിന്നിൽ ആരാണ്? നമ്മുടെ ഈ അണ്ണാച്ചി തന്നെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ അണ്ണാച്ചി തന്നെയാണ്, മറ്റാരുമല്ല. ഈ അണ്ണാച്ചിയുടെ കൈ അതിനകത്തുണ്ട് എന്നുള്ള പലതരത്തിലും പലർക്കും ഭീഷണികളും വന്നിട്ടുണ്ട്. കാരണം ഒരു ഗുണ്ടാ സംഘം തന്നെ കൊണ്ടു നടക്കുന്ന ഒരു പുള്ളിയാണ് ഇത്. മനസ്സിലായോ? അതുകൊണ്ട് പേടിയുണ്ടാന്ന് വെച്ചാൽ പേടിയുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ നിർത്തിച്ചാൽ എന്റെ പട്ടി നിർത്തുന്ന വീഡിയോ ഞാൻ വീഡിയോ ഇട്ടോണ്ട് തന്നെ ഇരിക്കും. സഭ്യതയുടെ അതിര് വരമ്പൽക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നീട് ഈ പുള്ളിയുടെ പോർഷൻ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ പിന്നീട് ഫേസ്ബുക്കിൽ നിന്നോ ഇവിടെ നിന്നൊക്കെ പുള്ളി ക്രിയേറ്റ് ചെയ്ത കുറെ ഭാഗങ്ങൾ, ആ ഭാഗം ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. അത് പേടിച്ചിട്ടില്ല, അത് ബുദ്ധിയുള്ളത് കൊണ്ടാണ്, അത് വിവേകമുള്ളത് കൊണ്ടാണ്. അവിടെ നമ്മൾ അഹങ്കാരമോ അവിടെ നമ്മൾ എന്തോ ചെയ്താൽ അതൊന്നുമില്ല, ഒരു സൈക്കിളിനെ തീർന്ന്. അതുകൊണ്ടാണ് ഈ ചാനൽ ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ഈ ചാനല് ഞാനൊരു ബലിമൃഗമായിട്ടിരിക്കുന്നത്, ഒരു ബലിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ചാനലാണ്. ഇത് അടിച്ച പോലെ എനിക്ക് നോ പ്രോബ്ലം. മനസ്സിലായോ? നമുക്കൊരു മെയിൻ ചാനലുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്രിക്കറ്റിന്റെ ചാനലുണ്ട്, അങ്ങനെ നമുക്ക് 3-4 ചാനലുണ്ട്. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ജീവിക്കും. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഇതുപോലെ ബലിമൃഗമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ചാനലാണ്. മനസ്സിലായോ? ഇഷ്ടമുള്ളവർക്ക് വരാം, മേയാൻ പോവാം. മനസ്സിലായോ? ഇത് പിന്നെ അതാ പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഞാൻ ഈ ചാനൽ മോണിറ്റൈസ് ആക്കിയത് വെറും 7 ദിവസം കൊണ്ടാണ്, 7-8 ദിവസം കൊണ്ടാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് മറ്റൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കൂടി പോയ 1 മാസം അതിനകത്ത് മോണിറ്റൈസ് ചെയ്ത്, അല്ലെങ്കിൽ വേറെ ചാനലുകൾ കൊണ്ട് നമ്മൾ നിൽക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പേടിച്ചാണെന്ന് കരുതരുത്. അത് പഴയത്. മനസ്സിലായോ? സ്ട്രൈക്ക് കിട്ടും, വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ്, അല്ല പേടിയല്ല. മനസ്സിലായോ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തൊക്കെയായാലും നമ്മുടെ അണ്ണാച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം അണ്ണാച്ചിയുടെ പേര് പറഞ്ഞ വീണ്ടും ഡിഫമേഷന് കൊടുക്കാമെന്നുള്ള, ഡിഫമേഷന് കൊടുത്തില്ല, ഇതിലൊക്കെ വിളിയൊന്നും വന്നില്ല. എന്നാൽ ഡിഫമേഷന് കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് വകുപ്പ് വെച്ചാണ് ഡിഫമേഷന് കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും അത് നമുക്ക് അവിടെ വെച്ച് തന്നെ കാണാം. അതിനിടയ്ക്ക് ഈ പറയുന്ന ഈ തോക്കിന്റെ കേസ് പറയുമ്പോഴാണ് നമുക്ക് ആദ്യം ഈ അമൃത ഇതിനിടയ്ക്ക് അമൃത തോക്കൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഒരു സാധനം അമൃതയുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്.
അത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കാണാം കേട്ടെ. ഓക്കെ, ഇവിടെ സൈഡിൽ കൊടുക്കാം, ഒന്ന് കാണാം, നോക്കാം. അപ്പം ഞങ്ങൾ പോയിട്ട് ഷൂട്ട് ചെയ്യട്ടെ. ഓക്കെ ബൈ. നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പാടില്ല. ആണോ ചേച്ചി? ഒന്ന് അനങ്ങാതെ ഒന്ന് പിടിച്ചിട്ടിട്ട് എന്റെ ഒരു പോയിന്റ് അങ്ങനെ ഇതേ നോക്കട്ടെ. ഈ കൈയോടെ വെക്ക, ശ്വാസം ഓ അതാ എന്താ റൂളിനകത്ത് അതറിയാൻ പാടില്ലേ. ഇത് എനിക്ക് വെടിവെച്ച് ശീലമില്ല. ഓക്കെ എനിക്ക് വെടിവെച്ച് ശീലമില്ല, നമ്മളൊന്ന് വെടിവെച്ചിട്ട് വരട്ടെ എന്നൊക്കെ രീതിയിലൊക്കെ ഈ പറയുന്ന അമൃത പറയുന്നുണ്ട്. അപ്പോ കമന്റ് ബോക്സിലും ഈ ഇത് ബന്ധപ്പെട്ട് എന്തായാലും ഈ പറയുന്ന നമ്മുടെ അണ്ണാച്ചിക്ക് കൊടുത്ത ഏറ്റവും നല്ലൊരു മറുപടിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതൊരു തമാശയ്ക്ക് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി തന്നെയാണെന്ന് ഞാനും കരുതുന്നു. ഓക്കെ, ഇനി ബാലയുടെ പിന്നീട് എന്താണ് കൂടെ നടന്ന ഒരു കക്ഷിയുണ്ടല്ലോ, ആ കക്ഷിക്കും ഈ പറഞ്ഞതുപോലെ എന്താണ് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമസ്കാരം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. ഈ പറഞ്ഞ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ 2 വീഡിയോയിൽ ഞാൻ ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തത്, ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ആ സമയം ആ പ്രധാന ആക്ടർ എന്താ പറയുക, മദ്യലഹരിയിലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ പിറ്റേ ദിവസം ഇത് ചോദിച്ചപ്പോൾ, എടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ, തമാശയ്ക്ക് കാണിച്ചതാ. പക്ഷെ അദ്ദേഹം അല്ല, ഇതൊരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ്. ഈ പുള്ളിയുമായി ബന്ധപ്പെട്ടവരെല്ലാവരും പറയുന്നുണ്ട് പുള്ളിയുടെ തോക്കുണ്ട് എന്ന് മാത്രമല്ല, ഇവന്റെ നേരെയും തോക്ക് ചൂണ്ടിയിട്ടുണ്ട്, മദ്യലഹരിയിൽ ഇവനെതിരെയും തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഒരാള് പരസ്യമായിട്ട് തോക്കും കൊണ്ട് നടക്കുന്ന പലരും പറയുന്നു, ആർക്ക് വേണോ ഈ പറയുന്ന പലർക്കും ഈ പറയുന്ന ജീവന് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പോലീസും ഇവിടെയുള്ള മുൻതിര മാധ്യമങ്ങളൊന്നും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി ആരെങ്കിലും കൊന്നതിന് ശേഷം മാത്രമേ ഇവരെ വാ തുറക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് തോക്ക് ചൂണ്ടിയതെന്ന് കേൾക്കൂ, അത് ഇത്തിരി കൂടി ബെറ്റർ ആണ്. ഒരു ഡയലോഗ് കൂടി പറഞ്ഞിരുന്നു, ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് നീ ഗാലി എന്നാണ് അയാൾ എന്നോട്. പുറത്ത് പറഞ്ഞാൽ ലിജേഷ് നീ ഗാലി, മനസ്സിലായോ? ഇതാണ് പുള്ളിയുടെ ഇത്. കാരണം ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. അവരെയൊക്കെ മൂട് താങ്ങിക്കൊണ്ട് കുറെ തെണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അവരൊക്കെ ഉണ്ട്, മനസ്സിലായോ? ചോദിക്കാനും പറയാൻ ആരുമില്ല. അതുകൊണ്ടാ അന്ന് തുടങ്ങി എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇത് ഏതൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സുപ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിനയിച്ച ആള് അതിലഭിനയിച്ച പ്രധാന നായകന്റെ ക്യാരവണിൽ കണ്ട ഒരു രഹസ്യം, ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രധാന ആക്ടർ, നമ്മൾ ഈ പറയുന്ന അണ്ണാച്ചി. ഓക്കെ, ഇവിടെ പറയുന്ന ആളാരും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഷഫീഖിന്റെ സന്തോഷം എന്നുള്ള സിനിമ അതിന്റെ പ്രധാന ആക്ടർ മറ്റാരുമല്ല, അത് ഉണ്ണിമുകുന്ദനാണ്, അല്ലെ? ഉണ്ണിമുകുന്ദന്റെ ക്യാരവാനിൽ നിന്ന് എന്തോ ഒരു സംഭവം കണ്ടത്. അത് വേറെ ഒന്നും അല്ലടേ, ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതോ പെണ്ണുങ്ങളുമായിട്ട് ഉണ്ണിമുകുന്ദന്റെ ക്യാരവാനിനകത്ത് അവിഹിതം എന്ന് ആര് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ആരെടുത്ത് ഈ പറയുന്ന അണ്ണാച്ചി ഈ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ പുള്ളി എതിർത്തപ്പോഴാണ് ഈ പുള്ളിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പോയത്. ഒരിക്കലും എനിക്കത് സത്യമുണ്ടെന്ന് ഞാൻ തോന്നിയില്ല. കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ വേറെ സെറ്റിൽ പോയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിപ്രായം, മലയാളീസിന് തന്നെ നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണത്. അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഉണ്ടല്ലോ അണ്ണനോട് ഞാൻ തർക്കിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അദ്ദേഹം റെമ്യൂണറേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഈ റെമ്യൂണറേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു പേപ്പറോ സ്റ്റേറ്റ്മെന്റോ ഒന്നും കണ്ടിട്ടുമില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ്. മനസ്സിലായോ? ആ പുള്ളി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പുള്ളിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോയത്. എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ പറയാതിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോയി 2 കൊല്ലത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്തും വന്നിട്ടുണ്ടായില്ല, ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം തന്നെ 2023 ബർത്ത്ഡേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല. അയാൾ സീനായെങ്കിലും എനിക്ക് റിപ്ലൈ തന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാൻ അറിയാവുന്ന ഒരാളെ, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ ഷഫീഖിന്റെ സന്തോഷത്തിലെ ആ പ്രധാന നടൻ മാത്രമല്ല, മറ്റൊരു സുപ്രധാന നടൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ കഥ പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കഥയ്ക്ക് ഓക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ പറ്റിയൊരു അലിഗേഷൻ എന്നോട് പറഞ്ഞു. ഒരു വിദേശ വനിതയായിട്ടുണ്ടായിരുന്ന ഇപ്പൊക്കെ എല്ലാം എന്താ പറയുക, എല്ലാത്തിനും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റർ ഉണ്ടല്ലോ, സ്ത്രീകളുടെ ഒരു
മലയാള സിനിമയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഹേമ കമ്മിറ്റി ഇഷ്യൂ, അതിലൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അവിടെ നിന്നാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. കാരണം ഇദ്ദേഹത്തിന് വൈരാഗ്യമുള്ള ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പറ്റി ഇയാൾ പല കാര്യങ്ങൾ പറയും. മമ്മൂക്കയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടത്തെ എന്തോ ഇവർ തന്നെ പറഞ്ഞു കേട്ടതോ സെറ്റിലിരുന്ന് കേട്ട കുറേ കഥകളാണ്. അതിലൊന്നും എനിക്ക് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നില്ല. ഇത് മമ്മൂട്ടിയെ മോഹൻലാലിനെയും പറയുന്നത് പുള്ളിക്ക് പിന്നീട് മോശം അല്ലെങ്കിൽ പുള്ളിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആരെ കുറിച്ച് എന്ത് വേണോ പുള്ളി പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ എലിസബത്തിനെതിരായിട്ട് എലിസബത്ത് ഭ്രാന്തിയാണ്, മാനസിക രോഗിയാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. മനസ്സിലായോ? അദ്ദേഹം അത്രയധികം വിശ്വാസയോഗ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് പറയുകയും ചെയ്തു, ഇല്ല ഞാൻ അറിയുന്ന അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഈ പറഞ്ഞ ഈ പുതുമുഖ ഈ നടന് നായകന് ഷഫീഖിന്റെ സന്തോഷ നായകന് എന്നെ കറക്റ്റായിട്ട് അറിയുമെന്ന് അറിയില്ല. അദ്ദേഹം കണ്ടിട്ടുണ്ടാവായിരിക്കാം, മേ ബി കാണാനുള്ള സാധ്യത. ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഈ ലിവർ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആദ്യം കാണാൻ വന്നത് ആ ആക്ടറാണ്. ഇത്രയധികം വെറുപ്പിച്ചിട്ട് നാണം കെടുത്തിട്ട് അദ്ദേഹമാണ് ആദ്യം കാണാൻ വന്നത്. പിന്നെ ആ ചിത്രത്തിന്റെ ഡയറക്ടറുമാണ് രണ്ടാമത് കാണാൻ വന്നത്. വേറെ ആരും ഞാനവിടെ അധികം കണ്ടിരുന്നില്ല. പിന്നെ അമ്മയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് വളരെ, ഇതിനാണ് എനിക്ക് പേടി, എൻ്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ എന്നുള്ളത്. ഈ സുപ്രധാന നടന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്വാധീനമുണ്ട് എല്ലാ തരത്തിലും, നിയമത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വളരെയധികം സ്വാധീനം. നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല ഈ പ്രധാന ആക്ടർ. ഒരുപാട് സ്വാധീനം, ഒരുപാട് ഗുണ്ട ബന്ധങ്ങൾ, അത് കേരളത്തിലും എറണാകുളത്തും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുമ്പ് ഒരു ലൈവ് വരുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനിലോട്ട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ ത്രെറ്റനിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ അന്ന് എന്നോട് പറഞ്ഞ ആ കാര്യം മാത്രമാണ് എൻ്റെ ഉള്ളിൽ ഭീഷണിയായിട്ട് എനിക്ക് കിടക്കുന്നത്. എനിക്ക് പേടി ഇപ്പോൾ ഉണ്ട്. എനിക്ക് എന്തുമാത്രം എൻ്റെ ലൈഫിൻ്റെ എനിക്ക് വളരെയധികം പേടിയുണ്ട്. എന്ന് വെച്ചാൽ പേടി കാണിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ പറയും, കൂടിപ്പോയി എന്താ കൊല്ലും ഞാൻ പറയും. ഇതെനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറയും. അത് എവിടേക്കാണോ എൻ്റെ പ്രധാനപ്പെട്ട മേൽവിഭാഗങ്ങൾ ഏതൊക്കെയാണോ എല്ലാ സ്ഥലത്തേക്കും ഞാൻ ഒരുമിച്ച് മെയിലും ഇതേപോലെ തന്നെ കംപ്ലൈൻറ്റ് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ സമൂഹം എനിക്ക് എന്തെങ്കിലും സംരക്ഷണം തരുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാമെന്നുള്ളതാണ്. എന്റെ ജീവൻ ആപത്തുണ്ട്, പുള്ളിയുടെ ഗുണ്ടാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് നിങ്ങളൊരു തമാശയായിട്ട് കാണരുത്. ഇതിപ്പം ഈ പറയുന്ന ഒരു മുൻകരുതൽ പോലെ, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെയൊന്നും ഇത് കാണരുത്. ഇത് സത്യം പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം കാണണം. ഈ പറയുന്ന അണ്ണാച്ചി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രമുഖ നടൻ എന്ന് പറയുന്ന ആള് ചില്ലറക്കാരനാണ്. പുള്ളി പൊതുവെ വന്നുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. മനസ്സിലായോ? പുള്ളിക്ക് എന്ത് വേണോ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്. അപ്പൊ ഈ പറയുന്ന എലിസബത്ത് ആയിക്കോട്ടെ, ഈ പുള്ളിയുടെ കൂടെ നടന്നവരായിക്കോട്ടെ, സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ, നമ്മുടെ മൂപ്പൻ ആയിക്കോട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളത്. ഉണ്ട്, ഉറപ്പാണ്. അത് അങ്ങനെ വരത്തുള്ളൂ. നമുക്കെന്നറിയാം. ഇടയ്ക്ക് തന്നെ ഒരു വീഡിയോയിൽ ഒരുത്തനെ വെച്ചിട്ട് ഒരു ഗുണ്ടയെ പോലുള്ള ഒരുത്തനെ വെച്ചിട്ട് കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാതെ ഈ പറയുന്ന ഡിഫോമേഷൻ കേസ് നിയമം അതൊക്കെ നമുക്ക് അറിയാന്നുള്ളത്, അത് ഏത് ലെവലിൽ പോകുമെന്ന് നമുക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ കൊണ്ടുപോകുമ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് ഒരുത്തന്റെ പറഞ്ഞു വിട്ടിട്ട് ഒരു ക്രൂഡ് മൈൻഡിൽ അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡിൽ കൊടുത്ത 10,000 രൂപ കൊടുത്താൽ നിനക്ക് 10,000 രൂപ നീ അവനെ പോയി തട്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പം തട്ടുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ യൂട്യൂബേഴ്സിൽ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ജനം അറിയണം, ജനം തിരിച്ചറിയണം. ഇതോടുകൂടി ഒരുത്തന്റെ മരണത്തോടു കൂടിയെങ്കിലും അവൻ അടങ്ങുമല്ലോ, അതോടുകൂടി അവൻ അടങ്ങണം എന്നുള്ളതാണ്. പിന്നെ ഈ എലിസബത്തിന്റെ കേസ്, എലിസബത്തിന്റെ വീഡിയോ എന്നിട്ടില്ല. മറ്റൊന്നുമല്ല, ഞാൻ അറിയാൻ സാധിക്കുന്നത്, നമുക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല, ഈ കേസുപരമായിട്ട് അവർ വിളിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ വിളിച്ചു മൊഴിയെടുക്കുകയൊക്കെ ചെയ്ത് ഇനി അങ്ങോട്ട് വീഡിയോ ഇട്ടുണ്ടെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടാവാം, അറിയത്തില്ല. നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട്സും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അതുമല്ല ഈ പറയുന്ന എലിസബത്ത് തിരിച്ചൊരു കേസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ എലിസബത്തിനെ മാനസിക രോഗിയായി ചിത്രീകരിച്ച കുറച്ച് പേരുണ്ടല്ലോ, കുറച്ച് യൂട്യൂബേഴ്സ് അടക്കമുണ്ട്. ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീയെ ഈ സമൂഹ മാധ്യമത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലയ്ക്ക് ഭ്രാന്താണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്? അതുകൊണ്ട് തന്നെ നല്ലൊരു വകുപ്പാണ്. അങ്ങനെ പറഞ്ഞവരുടെ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നു. അപ്പൊ അവർക്കെതിരായിട്ട് എലിസബത്ത് നല്ലൊരു സ്ട്രോങ് കേസ്, അത് വേറെ കേസ് എന്നാ, അതാണ് കേസ്. അത് നല്ല രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളവര് അവ വേണ്ടി കാണാം. ജയ് ഹിന്ദ്.